ഹലോ ഫ്രണ്ട്സ്. സോ നമ്മുടെ ഈ ഒരു സീരീസിലെ ആദ്യത്തെ വീഡിയോ ഹൈഡ്രോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ ഉടനീളം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് നോളജ് എത്ര വരെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുന്നത് വരെ മതിയാകുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒരു പെർസ്പെക്റ്റീവ് തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സീരീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഹൈഡ്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെ എളുപ്പമായ വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. യൂഷ്വലി അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇക്വേഷൻ വന്നു കാണും, വളരെ ഈസിയാണെന്ന് ധരിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ അതിനകത്ത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, എന്നാൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ മെയിനായിട്ട് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സസിൽ ഞാൻ മെയിനായിട്ട് ലെവൽ 1, 2, 3 എന്ന് ജസ്റ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആകെ ഉദ്ദേശം, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ലോവർ ലെവൽ എക്സാം, അതായത് ഓവർസിയർ ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ലെവൽ 1, 2 അതുവരെയൊക്കെ നിങ്ങൾ കണ്ടാൽ മതിയാവും. ബട്ട് ബെറ്റർ എല്ലാം കാണുന്നതായിരിക്കും പ്രിഫേർഡ്. ബട്ട് സ്റ്റിൽ ലെവൽ എക്സാം അല്ലെങ്കിൽ ഗേറ്റ് ESE പോലുള്ള എക്സാം ആണെങ്കിൽ ലെവൽ 3 വരെയും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എത്രത്തോളം നമുക്ക് നോളജ് ഉണ്ടോ ഒരു കാര്യത്തിനെ പറ്റി, അപ്പോൾ അത്രത്തോളം ഗുണകരമാകും നമുക്ക് എക്സാമിന്. കാരണം ഈ ഇപ്പോഴത്തെ ലെവൽ എക്സാമിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽസ് വരുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് അത്രത്തോളം സബ്ജക്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, കൺസെപ്ച്വൽ ക്ലാരിറ്റി. അപ്പോൾ അത് നമുക്കിതിൽ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് ടോപ്പിക്ക് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ. ഈ വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. സമ്മേഷൻ ഓഫ് ഇൻഫ്ലോ മൈനസ് സമ്മേഷൻ ഓഫ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു ചേഞ്ച് ഇൻ സ്റ്റോറേജ്. അപ്പോൾ ഈ സമ്മേഷന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സമ്മേഷൻ ഓഫ് ഇൻഫ്ലോ മൈനസ് സമ്മേഷൻ ഓഫ് ഔട്ട്ഫ്ലോ അതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എടുക്കേണ്ടത്. കാരണം ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ റാൻഡമായിട്ട് ഇങ്ങനെ വരും ഒരു ഇക്വേഷൻ, ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു ചേഞ്ച് ഇൻ സ്റ്റോറേജ്. ഇതും ഒരു ഓപ്ഷൻ ആയിരിക്കും, ഇതും ഒരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ റോങ് ആണ്. ബെറ്റർ ഓപ്ഷൻ സമ്മേഷൻ ഓഫ് ഇൻഫ്ലോ മൈനസ് സമ്മേഷൻ ഓഫ് ഔട്ട്ഫ്ലോ. കാരണം അകത്തേക്ക് വരുന്ന എല്ലാവരെയും കൂട്ടിയെടുക്കുന്ന സാധനം മൈനസ് പുറത്തേക്ക് പോകുന്ന എല്ലാവരെയും കൂട്ടിയെടുക്കുന്ന സാധനം ഈക്വൽ ടു ആണ് ഡെൽറ്റ എസ്. അപ്പോൾ ആ സമ്മേഷൻ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇനി ഇപ്പം നിലവിൽ നമ്മൾ ഇത്ര അറിയത്തുള്ളെങ്കിലും ഞാനിതിൻ്റെ ഒരു മീൻസ് വേർഡ്സിൽ എഴുതുവാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴേ എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ കഴിയണം. ഞാൻ ജസ്റ്റ് ഇപ്പോഴേ വേർഡ്സിൽ എഴുതി വെക്കുക. ടോട്ടൽ മാസ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ മാസ് ഔട്ട്ഫ്ലോ ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ മാസ് സ്റ്റോറേജ്. ഇതാണ് എക്സാക്ട്ലി വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് എൻഡിൽ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് മാസ് ഇൻഫ്ലോ, മാസ് ഔട്ട്ഫ്ലോ, മാസ് സ്റ്റോറേജ്. അപ്പോൾ മാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ മാസ് ശരിക്കും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ വരുന്നത് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡിൽ പഠിക്കുന്ന ഇക്വേഷനിൽ നിന്നാണ് ഈ വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ വരുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇതിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ശരിക്കും വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഏതിൻ്റെ ഇതിലോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം മാസിനെ കൺസർവ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂറ്റി ഇക്വേഷനും കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ആ കൺസർവേഷൻ ഓഫ് മാസ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഡെൽറ്റ എസ് ഞാനിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്തേക്ക്. ഡെൽറ്റ എസ് എന്താ? ഡെൽറ്റ എസ് മീൻസ് ചേഞ്ച് ഇൻ സ്റ്റോറേജ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വാട്ടർ ബഡ്ജറ്റ് ഇക്വേഷൻ്റെ ഈ ഒരു ഇക്വേഷനും എന്താണ് അതിൻ്റെ ഓരോ ടേംസ്, ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, ചേഞ്ച് ഇൻ സ്റ്റോറേജും അതിൻ്റെ ബേസ്ഡ് ഓൺ വെയർ എന്തിൽ നിന്നാണ് ഇത് വരുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷനും കൺസർവേഷൻ ഓഫ് മാസും. ഇത്രയാണ് ഒരു സിമ്പിൾ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യത. ഇനി നമ്മൾക്ക് ഈ ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോറേജിന് കുറച്ച് പ്രാധാന്യമുണ്ട്. അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകാനുള്ള സാധ്യത ബേസ്ഡ് ഓൺ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് പലയിടത്തും ഞാൻ റെഫർ ചെയ്തപ്പോൾ. അപ്പോൾ അതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ സ്റ്റോറേജ്
മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റോറേജ് ചേഞ്ച്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സിമ്പിൾ ഒരു അനാലജി വെച്ചിട്ട് മനസ്സിലാക്കാം. ഇതൊരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിനകത്ത് 5 മീറ്റർ ക്യൂബ് വെള്ളമുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുക, ഒരു 10 മീറ്റർ ക്യൂബ് വെള്ളം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ഞാനൊരു 2 മീറ്റർ ക്യൂബ് വെള്ളം പുറത്തെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അകത്തേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്താ, ഇൻഫ്ലോയ്ക്ക് തുല്യമല്ലേ. ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഗ്ലാസ് അല്ലെങ്കിൽ പാത്രത്തിൽ 5 മീറ്റർ ക്യൂബ് ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ 10 മീറ്റർ ക്യൂബ് കൊടുക്കുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഔട്ട്ഫ്ലോ. അതിൻ്റെ അനാലോജിയാണ് ഈ 2 മീറ്റർ ക്യൂബ് പുറത്തേക്ക് പോകുന്നതായിട്ട് ആരോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നോക്കി ഒരു 5 മീറ്റർ ക്യൂബ് ഉണ്ട്. ശരിക്കും അനാലജി എന്ന് പറയുന്നത് ഇത് ക്യാച്ച്മെൻറ്റ് ഏരിയ. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയക്കകത്ത് മഴ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ ഇതിനകത്തേക്ക് വെള്ളം വരാം. അതേപോലെ ഇതിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടാമല്ലോ. ഇവാപ്രേഷൻ വഴി നഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണം വഴി നഷ്ടപ്പെടാം. ഈ വെള്ളം വീഴുകയും പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് കുറേ വെള്ളം കാണുമല്ലോ, ആറുകളോ പുഴകളോ എന്തെങ്കിലുമൊക്കെ കാണാം ഞാൻ ഈ സ്റ്റഡി ചെയ്യുന്ന ഏരിയയിൽ. അപ്പോൾ അതിനകത്തെ വെള്ളമാണ് ഇനീഷ്യൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിനകത്ത് മഴ പെയ്യുന്നു, ഇവാപ്രേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ശേഷം എന്ത് ചെയ്യും, ഈ എമൗണ്ട് എന്ത് ചെയ്യും, മാറും. ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലെവലിനേക്കാൾ കുറയും, ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലെവലിനേക്കാൾ കൂടും. അതെന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാണ് ഈ അനാലജി ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതിനകത്ത് ചേഞ്ച് ഇൻ സ്റ്റോറേജ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, ഡെൽറ്റ എസ്. ഇനി ചേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അത് അവസാനമുള്ള സംഭവം മൈനസ് തുടക്കം, എവിടെ നിന്നാണോ തുടങ്ങിയത് എന്നുള്ള സംഭവമാണ് നമ്മൾ നോക്കുന്നത്. എസ് ഫൈനൽ മൈനസ് എസ് ഇനിഷ്യൽ. ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോറേജ്, അവസാനം ഉണ്ടായിരുന്ന സ്റ്റോറേജ് മൈനസ് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോറേജ്. ഇനി ആദ്യം എത്ര ആയിരുന്നു, 5 മീറ്റർ ക്യൂബ്. അതിലേക്കാണല്ലോ ഈ ഒരു 10 മീറ്റർ ക്യൂബ് വരുന്നത്. അപ്പോൾ 10 5 എത്ര ആവും, 15 ആയി. 15 നിന്ന് 2 എന്ത് ചെയ്തു, വെളിയിൽ പോയി. അപ്പോൾ ഇപ്പോൾ എത്ര ആയി, ഇവിടെ മൊത്തം 13 ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് വിത്ത് ടൈം നടക്കുന്ന പ്രോസസ്സാണ്. എനിക്ക് പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി 5 ഉണ്ടായിരുന്നു, 10 കൂടെ വന്നു. അപ്പോൾ എത്രയായി, 15 ആയി. അതിൽ നിന്ന് 2 പോയി, ബാക്കി എത്ര വരും, 13. ഇപ്പോൾ ഇനീഷ്യലി 5 ആയിരുന്നു, ഇപ്പോൾ എത്ര ഉണ്ട് ഇത്, ഇപ്പോൾ ലെവല് കൂടും. കാരണം 5 ആയിരുന്നു, ഇപ്പോൾ എത്ര ആയി, 13 ആയി. ഇപ്പോൾ ലെവല് കൂടി. ഇപ്പോൾ ലെവല് കൂടുന്ന ഞാൻ കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു ആരോ ഇട്ടിട്ട് ഫൈനലി ഉള്ള സാധനം ഞാൻ ഇങ്ങനെ കാണിക്കുക, 13 മീറ്റർ ക്യൂബ്. അപ്പോൾ ഫൈനലി എത്ര, 13. ഇനീഷ്യലി ഉണ്ടായിരുന്നത് 5, വിച്ച് ഈസ് 13 5 പോയ 8. ഞാനിവിടെ +8 എന്ന് കൊടുക്കുന്നു മീറ്റർ ക്യൂബ്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ 8 കിട്ടി. ഇപ്പോൾ 8 എന്ന് പറയുമ്പോൾ +8 ആണല്ലോ വരുന്നത്. അപ്പോൾ ആ സൈനിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് കഴിയുന്നത്. അപ്പോൾ നോക്കിയേ, ഇനി ഇവിടുത്തെ ഇൻഫ്ലോ എന്ത് വരുന്നു, 10. പുറത്തേക്ക് ഇറങ്ങിപ്പോയത് 2. അതായത് സ്റ്റോറേജ് എത്രയോ ആവട്ടെ, ഇതിനകത്തേക്ക് വന്ന ആൾ ആണ് കൂടുതൽ കമ്പയർഡ് ടു പുറത്തേക്ക് പോയ ആൾ. അതായത് ഇൻഫ്ലോ ഗ്രേറ്റർ ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ എന്ത് പറ്റും, ഡെൽറ്റ എസ് എന്ത് ചെയ്തു, പോസിറ്റീവ് വന്നു. ഓക്കെ ആണ്. അതേപോലെ പോസിറ്റീവ് വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലെവൽ ഏതാ, ഇത്. ഇപ്പോഴത്തെ ലെവൽ ഇത്, വിച്ച് മീൻസ് വെള്ളത്തിൻ്റെ ലെവൽ എന്ത് ചെയ്തു, റൈസസ്. ഇത്രയും കാര്യം ഈ ഒരു ഒറ്റ എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലായി. ഇൻഫ്ലോ ആണ് കൂടുതൽ കമ്പയർഡ് ടു ഔട്ട്ഫ്ലോ എങ്കിൽ എസ് ഫൈനലായിരിക്കും കൂടുതൽ, എസ് ഇനീഷ്യലാണ് കുറവ്. അതേപോലെ ആ ഡെൽറ്റ എസ് പോസിറ്റീവ് വന്നു, ഇപ്പോൾ ലെവൽ എന്ത് ചെയ്തു, കൂടി. ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സെയിം സംഭവം, ആദ്യം ഓൾറെഡി 5 ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വരുന്നത് ഞാൻ മാറ്റുന്നില്ല, 10 മീറ്റർ ക്യൂബ് തന്നെ വെള്ളം വന്നു. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ ഞാൻ മാറ്റുന്നു. പുറത്തേക്ക് പോയത് 12 മീറ്റർ ക്യൂബ്. ഇപ്പോൾ അകത്തേക്ക് വന്നത് ഞാൻ ഐ എന്നും പുറത്തേക്ക് പോയതിന് ഒന്നും കൊടുക്കുന്നു, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ. ഇനി നോക്കി, 10 വന്നു, ആദ്യം 5 ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയായി, 15 ആയി. 15 നിന്ന് 12 പോയി, വിച്ച് മീൻസ് ഇപ്പോൾ എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. 3 ഉള്ളൂ. 15 നിന്ന് 12 പോയാൽ 3 അല്ലേ, അപ്പോൾ 3 ആയി. ഈ ലെവലിൽ നിന്ന് എന്ത് ചെയ്തു സംഭവം, ആദ്യം 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയേ ഉള്ളൂ, ഗ്രീൻ കാണിക്കുന്ന 3 ഉള്ളൂ. ഇതിന് 3. ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡെൽറ്റ എസ് നോക്കാം, എസ് ഫൈനൽ മൈനസ് എസ് ഇനീഷ്യൽ. തുടക്കം 5, തുടക്കമല്ല ഒടുക്കം. ഫൈനലി എത്ര, 3 അല്ലേ, 3 മൈനസ് ഇനീഷ്യലി 5, -2 മീറ്റർ ക്യൂബ്. നോക്കിയേ, ഇവിടെ ഏതാ സൈനാണ് വന്നത്, മൈനസ്. ഇനിയൊന്ന് നോക്കിയേ, അകത്തേക്ക് വന്ന ആളാണ് കുറവ് കമ്പയർഡ് ടു പുറത്തേക്ക് പോയ ആൾ.
വിച്ച് മീൻസ് ഇൻഫ്ലോ ലെസ് ദാൻ ഔട്ട്ഫ്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റി? ഡെൽറ്റ എസ് നെഗറ്റീവ് വന്നു. അതുപോലെ ലെവൽ എന്ത് ചെയ്തു? ആദ്യത്തെ ലെവൽ ഇവിടെ ആയിരുന്നു, ഇപ്പോൾ എത്രയായി? ഇവിടെ ആയി. വിച്ച് മീൻസ് ലെവൽ ഫോൾ ചെയ്തു. ലെവൽ ഫോൾസ്. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എസ് നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്താണെന്ന് ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിന് പകരം ആകെ മാറ്റം വരുന്നത് ക്യാഷ്മെൻറ്റ് ഏരിയ ആയിരിക്കും. അപ്പോൾ ക്യാഷ്മെൻറ്റ് ഏരിയയിൽ ഇനിഷ്യലി ഉള്ളത് 5 ആയിരിക്കാം, പിന്നെ വെള്ളം വരുന്നു, വെള്ളം പോകുന്നു, ഫൈനലിലുള്ളത് വേറൊരു വാല്യൂ. അപ്പോൾ ഡെൽറ്റ എസ് എന്ത് ചെയ്യണം? ഫൈനലിലുള്ള സ്റ്റോറേജ് മൈനസ് ഇനീഷ്യലിലുള്ള സ്റ്റോറേജ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലായത് ഇൻഫ്ലോ ആണ്, അകത്തേക്ക് വരുന്ന ആളാണ് കൂടുതൽ കമ്പയർഡ് ടു പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും. അതുപോലെ നമ്മൾ കണ്ടു ലെവൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. തിരിച്ച് അകത്തേക്ക് വരുന്ന ആളാണ് കുറവ് കമ്പയർഡ് ടു പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ് വരും. അതുപോലെ ലെവൽ താഴുന്നതും കണ്ടു. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടത്. ഇനി ഇത് കൺക്ലൂഷനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം എന്തുവാ? ഡെൽറ്റ ഇൻഫ്ലോ ഗ്രേറ്റർ ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ എസ് എന്ത് ചെയ്യും? പോസിറ്റീവ് വരും. അതുപോലെ തന്നെ എസ് ഫൈനൽ എന്തായിരിക്കും? എസ് ഇനിഷ്യലിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ ലെവൽ ഓഫ് വാട്ടർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇൻഫ്ലോ ലെസ് ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ്, എസ് ഫൈനൽ ലെസ് ദാൻ എസ് ഇനിഷ്യൽ, ലെവൽ ഓഫ് വാട്ടർ എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട ഒരു കൺക്ലൂഷനായിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു സംഭവം. കാരണം ഇത് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ സാധനമാണ് വേണ്ടുന്നത്. ഇൻഫ്ലോ ഗ്രേറ്റർ ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ്, ഇൻഫ്ലോ ലെസ് ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. അതുപോലെ ലെവൽ ഫോൾ ചെയ്യുന്ന റൈസ് ചെയ്യുന്ന എല്ലാം നമ്മളിവിടെ കണ്ടു. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂമറിക്കലിൽ ഉപയോഗിക്കേണ്ട ഒരു ചെറിയൊരു പൊടിക്കയ്യ. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞു, ജസ്റ്റ് വെറുതെ റാൻഡമായിട്ട് ചേഞ്ച് ഇൻ സ്റ്റോറേജ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ചേഞ്ച് ഇൻ സ്റ്റോറേജ് 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സ്റ്റോറേജ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ലെവൽ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ലെവൽ കുറയുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു ഫിക്സഡ് സാധനമല്ല. അതായത് നമ്മൾ ചേഞ്ചിൻ്റെ പക്ക മലയാളം എന്ന് പറഞ്ഞാൽ മാറ്റം. ഇനി നമ്മൾ മാറ്റം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്, മോശപ്പെട്ട രീതിയിലുള്ള മാറ്റമുണ്ട്. അപ്പോൾ അത് കാണിക്കണ്ടേ? രണ്ടും ഓപ്പോസിറ്റ് രീതിയിലുള്ള സംഭവം. അപ്പോൾ ആ സച്ച് ചേഞ്ച് എന്ന് വെച്ചാൽ അതിന് സൈൻ ഇല്ല, അല്ലെങ്കിൽ കൂടുവാണോ കുറയുവാണോ എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം ലെവൽ, അല്ലെങ്കിൽ അതേപോലെ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം ലെവൽ. അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യുക, എന്ത് വേണേലും സംഭവിക്കുക. അപ്പോൾ അത് വാല്യൂ ഒക്കെ കൂടുന്നതായാലും കുറയുന്നതായാലും, പക്ഷേ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സൈൻ കൊടുക്കും. ഇപ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ്, ഡിക്രീസ് ആണെങ്കിൽ നെഗറ്റീവ്. കാരണം ഇവിടെ നോക്കി ഡെൽറ്റ എസ് പോസിറ്റീവ് എപ്പോഴാണ് വന്ന്? ലെവൽ കൂടിയപ്പോൾ. അതുകൊണ്ടാണ് ഡെൽറ്റ എസ് പോസിറ്റീവ് എടുത്ത് ലെവൽ താന്നപ്പം ഡെൽറ്റ എസ് നെഗറ്റീവ് വന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് നെഗറ്റീവും കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ചേഞ്ച് എന്ന് പരീക്ഷയ്ക്ക് തന്നാൽ ഒരിക്കലും പോസിറ്റീവ് സൈൻ എടുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി. കാരണം ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ്, ഡിക്രീസ് ആണെങ്കിൽ നെഗറ്റീവ്. വെറുതെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഫ്ലോ ആണോ ഗ്രേറ്റർ അതോ ഔട്ട്ഫ്ലോ ആണോ ഗ്രേറ്റർ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എന്നിട്ടേ എന്ത് ചെയ്യാൻ പറ്റൂ? സൈൻ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ വെറുതെ ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോയി പ്ലസ് ഇട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം ഇൻക്രീസിനെ പ്ലസ് വരത്തുള്ളൂ. അപ്പോൾ ഒരു വെരി കെയർഫുൾ ആയിരിക്കണം. അതാണ് നെക്സ്റ്റ് ഒരു എക്സാമിൻ്റെ നോട്ട് പോയിൻറ്റ്. നിങ്ങൾ ന്യൂമറിക്കൽസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കുക. ഇഫ് മെൻഷൻഡ് ചേഞ്ച് ഇൻ സ്റ്റോറേജ്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻറ്റ്. ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്നാണ് പരീക്ഷയ്ക്ക് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ടേക്ക് കെയർ. എന്ത് ചെയ്യണം? നമ്മൾ സൈൻ ആരിട്ട് കൊടുക്കണം? നമ്മളാണ് സൈൻ ഇട്ട് കൊടുക്കേണ്ടത്. സൈൻ നമ്മളിട്ട് കൊടുക്കണം. അങ്ങനെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കമ്പയർ ചെയ്തിട്ട്, കമ്പയർ ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ടതിനോട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലോ ഗ്രേറ്റർ ദാൻ ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ്, ഇൻഫ്ലോ ലെസ് ദാൻ 0 ആണെങ്കിൽ സൈൻ എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. അത് നമുക്കറിയാം. അത് നോക്കി നമ്മളെന്ത് ചെയ്യുക? സൈൻ കൊടുക്കുക. ഇത് എക്സാമിന് വേണ്ടി. ഇനി ചില എക്സാമിന് ചേഞ്ച് ഇൻ സ്റ്റോറേജ് എന്നല്ല പറയുന്നത്, ഇൻക്രീസ് ഇൻ സ്റ്റോറേജ് എന്ന് പറയും. ഇനി ഇൻക്രീസ് ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് എന്ത്? സിമ്പിൾ ഡയറക്റ്റ് നമുക്കറിയാം, ഡെൽറ്റ എസ് പോസിറ്റീവ്. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെയും തരും, ഡെൽറ്റ എസ് പോസിറ്റീവ് എക്സ് എന്ന്.
അങ്ങനെയാണെങ്കിലും സൈൻ വിത്ത് സൈൻ എടുക്കുക. ചില സമയത്ത് ഡിക്രീസ് ഇൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് എന്ത് കുറഞ്ഞു, ഇപ്പോൾ നെഗറ്റീവ്, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ബ്രാക്കറ്റിൽ നെഗറ്റീവ് ഇട്ട് തന്നാൽ എന്ത് ചെയ്യുക, വിത്ത് സൈൻ തന്നേക്കും, അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എടുക്കുക. അപ്പോൾ അതിന് പ്രശ്നമില്ല. അപ്പോൾ അതും നിങ്ങളിത് നോക്കുക. ചേഞ്ച് ആണെങ്കിൽ ബി കെയർഫുൾ, ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ വലുതെന്ന് നോക്കുക. അതനുസരിച്ച് ഞാൻ സൈൻ ഇട്ട് കൊടുക്കണം. അവർ ആ മാഗ്നിറ്റ്യൂഡ് തരും. ഇതാണെങ്കിൽ ഡയറക്റ്റ് സൈൻ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എടുക്കാം, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കാം. ബ്രാക്കറ്റ് സൈൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ ആ സൈനിന് തന്നെ വെച്ച് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാം. ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റോറേജിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. അതാണ് എക്സാമിന് കൂടുതലും പ്രശ്നക്കാരനാവാനുള്ള ഒരു സാധ്യത. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കീറി മുറിച്ച് പഠിച്ചത്. ഇനി ഇതിനപ്പുറം ഇതിനകത്ത് വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും വരാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് സ്വയം ട്രൈ ചെയ്യുക, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച്. എന്നിട്ട് നോക്കുക. എ റിസർവോയർ ഹാസ് an average water spread over 4 km². During 6 months period of study, surface inflow 240 hectare-meter, surface inflow 192 hectare-meter, rainfall 28 cm, change in storage. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ പ്ലസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ +72 എന്ന് തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനകത്തൊരു എററാണ്. ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചേഞ്ച് ഇൻ സ്റ്റോറേജ് പ്ലസ് എന്ന് തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ +72 തന്നെ എടുത്തോളുക. ഓക്കെ, +72 എന്ന് തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളും. +72 വന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡെൽറ്റ എസ് എന്തോ +72 എന്ന് തന്നിട്ടുണ്ട്, ഹെക്ടർ-മീറ്റർ യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ തന്നാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇനി ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഒന്നും ചെക്ക് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്കറിയാം എന്തോ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു വട്ടം വരയ്ക്കുക, ഒരു സർക്കിൾ പോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക.